ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. അങ്ങനെ ഇതാ 10 നോമ്പായിട്ടുണ്ട്. ഭയങ്കര പെട്ടെന്നായ പോലെ തോന്നിയില്ലേ. ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. കിയാൻക്ക് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ആ ഒരു രസവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് വയ്യാതായാൽ പിന്നെ പറയണ്ടല്ലോ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ അതായത് ഭയങ്കര പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു പ്രായമാണല്ലോ. അപ്പോൾ അവരുടെ ഇഞ്ചക്ഷൻ വെക്കലും കയ്യിൽ കാനുലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള വലിയ പണിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോരുന്ന തലേ ദിവസമാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ആൾ. എന്തായാലും അൽഹംദുലില്ലാ. ഫസ്റ്റൊക്കെ പേടിയായിരുന്നെങ്കിലും പിന്നെ ആളിതാ ഒറ്റക്കന്നെ നെബുലൈസ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിയാൻക്ക് ഇഷ്ടപ്പെട്ട ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആൾ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ തന്നെ ഓരോന്നെടുത്ത് എറിയും. ഒരു പേടിയായിരുന്നു ഇഞ്ചക്ഷൻ വെക്കണതൊക്കെ. എന്തായാലും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. കിയാനോ ഇതെന്താ 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 ആന ഇതെന്താ കാക്ക ഇതെന്താ ഇത് അതാണ്. ഇതറിയോ ഫ്ലവറോ? ഇതെന്താ? അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും കൂടിയിട്ട് ഇവിടെ വർത്തമാനം പറയലും വാപ്പിനോട് കഥ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 4 ആളും കൂടിയിട്ട് കഥ പറയാൻ ഏറ്റവും ഉഷാറ് കേശയാണ്. കേശിൻ്റെ വർത്തമാനം നിർത്തൂല. അത്രയും ഭയങ്കര വർത്തമാനക്കാരിയാണ് ആൾ. ഇന്നിതാ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനൊക്കെ ഉണ്ട്. ഇത് ജയ്പൂരിൽ നിന്ന് വരികയാണ്. നമ്മളെ റാസൻസിൻ്റെ പുതിയ കളക്ഷനാണ്. സമ്മർ സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. ഇതിലുള്ളത് നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ്സ് ആണുള്ളത്. ആവശ്യമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുക. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് ഇതാ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ വാട്സപ്പ് ചാനലിലും നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ പേജിൽ കംഫർട്ട് സെറ്റ് വരുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്സ്, ഡോർ മാറ്റ്, ടേബിൾ മാറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈദായിട്ട് നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫർ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. കൂടുതൽ ഈദ് ഓഫേഴ്സൊക്കെ അറിയാനായിട്ട് നമ്മുടെ റാസൻസ് പേജ് ഫോളോ ചെയ്യുക. പിന്നെ വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൽ അപ്ഡേറ്റ്സൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കുറച്ച് ദിവസം നോൺ വെജ് ആയിരുന്നു കേട്ടോ. അതായത് ചിക്കനും ബീഫും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വെജ് കറി റെഡിയാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഗോബി മഞ്ചൂരിയനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൈമൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് മാരിനേറ്റ് ചെയ്യാൻ. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. വല്ലാതെ ലൂസായി പോകണ്ട, പിന്നെ ഭയങ്കര കട്ടിയാവണ്ട കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ബാറ്ററൊക്കെ റെഡിയാക്കി കോളിഫ്ലവർ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഗോബി മഞ്ചൂരിയൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ലൊരു കളർ ഉണ്ടാവലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് ഓവർ കുക്ക് ആവണ്ട കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഞാനിതാ നെക്സ്റ്റ് ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഫ്രൈ ആവട്ടെ. നമുക്കിതാ വേറൊരു പാൻ എടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വേറൊരു പാനിലേക്ക് ഇതാ നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എല്ലാതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് സെലറി ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ സെലറി കുറച്ചൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 സവാളയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ഞാൻ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഒന്ന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ മുളക് കുറച്ചാണ് ചേർക്കലുള്ളൂ. അവരത് കടിച്ചു പോയാൽ പിന്നെ ബാക്കിയൊന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുളക് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. മുളക് നിങ്ങൾക്ക് 2-3 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സോസുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ടിതാ 1 ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ 4 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഗ്രേവി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതായത് ഭയങ്കര ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം അധികം ചേർക്കണ്ട. അപ്പോൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തുള്ളി ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതായത് ഒരു പിഞ്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതാ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് സെലറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, അടിപൊളിയാണ്. ഒരു ചേഞ്ചാണ്. ദിവസവും ചിക്കനും മട്ടനും ബീഫൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റമാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. ഇനി ഇതാ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹിജാബ് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. എത്ര റെഡിയാക്കി വെച്ചാലും പിന്നെയും പെട്ടെന്ന് തന്നെ കേടായി പോവും, നമ്മൾ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പല മെറ്റീരിയൽസിലുള്ളതുണ്ട് കേട്ടോ. നമ്മളെ ക്രിങ്കിൾഡ് കോട്ടൺ, പിന്നെ ഷിഫോണിൽ വരുന്നുണ്ട്, പിന്നെ നമ്മളെ സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്നുണ്ട്. അങ്ങനെ പല പല ടൈപ്പിൽ വരുന്ന ഹിജാബ്സ് ഉണ്ട് കേട്ടോ. എല്ലാ ഹിജാബ്സും ഇതാ ഒന്ന് ഫോൾഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ എല്ലാ ടൈപ്പ് ഹിജാബ്സും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ക്രിങ്കിൾഡ് കോട്ടൺ, പിന്നെ ഷിഫോൺ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളുടെ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന മൊജ ബ്രാൻഡിൻ്റെ ഹിജാബ്സിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാൻ. നമുക്കത് യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുക. നല്ല അടിപൊളിയാണ് സംഗതി. ഇഹാബ് ഹിജാബ്സ് എന്ന് പറഞ്ഞ ഒരു പേജ്, ഓൺലൈൻ പേജിൽ നിന്നാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ 100+ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഷോൾസൊക്കെ നോൺ സ്ലിപ്പറി ആണ്. നല്ല, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള കുറേ അധികം ഷോൾസ് ഇവരുടെ പേജിലുണ്ട്. ഇതൊക്കെ മൊജ ബ്രാൻഡിൻ്റെ ഷോൾസാണ്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഷെയ്ഡ്സാണ് ഇതൊക്കെ. എല്ലാതും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇഹാബ് ഹിജാബ്സിൽ മെസ്സേജ് അയച്ചാൽ മതി. അവരുടെ പേജിൻ്റെ ലിങ്കും പിന്നെ കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാനിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. പിന്നെ അവരുടെ പേജിൽ ഇപ്പോൾ കോംബോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈദായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. നമുക്ക് എത്ര ഷോൾസ് ഉണ്ടെങ്കിലും നമ്മളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വെറും 2-3 ഷെയ്ഡ്സ് ആയിരിക്കും അല്ലേ. കൂടുതൽ ഡ്രസ്സിനും നമ്മൾ പെയർ ചെയ്യൽ ആ ഒരു ഷെയ്ഡായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. എൻ്റെ ഒരിഷ്ടം എന്ന് പറയുന്നത് ഈ ക്രീം ബേജ് കളറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മളുടെ ഓർഗനൈസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം. ഇനി ഇന്നത്തെ സ്നാക്ക് പ്രിപ്പറേഷനാണ് കേട്ടോ. സ്നാക്ക് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഒരു മടി ഉണ്ടായിരുന്നു. പോയി വന്ന് കുറച്ച് തിരക്കിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈഫിന് നോമ്പുണ്ട്. അപ്പോൾ കൈഫിന് നോമ്പുണ്ടാകുമ്പോൾ ആൾക്ക് സ്നാക്സ് ഒക്കെ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നാലെ നടക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ, ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ കറിയിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഫ്രൈ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക, എളുപ്പത്തിൽ ഒരു പിസ്സ ടൈപ്പ് സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു ബേക്കിംഗ് ട്രേയിൽ ഫസ്റ്റ് ബ്രെഡൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മേലേക്ക് നമ്മളുടെ ടൊമാറ്റോ സോസും ഒറിഗാനോ കൂടി മിക്സ് ചെയ്തിട്ടൊരു പിസ്സ സോസ് സംഭവം ഉണ്ടാക്കിയതാണ്. അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മേലേക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തക്കാളിയും പിന്നെ ക്യാപ്സിക്കും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. ഇനി നെക്സ്റ്റ് ഇതാ ഇതിന് മേലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കറിയിലുള്ള ചിക്കൻ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിന് മേലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നോർമലി നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതാ നമ്മളുടെ മെയിൻ സ്റ്റെപ്പ്, ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മേലേക്ക് ഇതാ കുറച്ചധികം തന്നെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സും ആഡ് ചെയ്യുക. ഇത് അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ബ്രെഡ് പിസ്സയാണ് കേട്ടോ. ഇനി നേരെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെ സ്റ്റോറി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും റെസിപ്പി വേണോ എന്ന് വെച്ചിട്ട്, ഒരു തട്ടിക്കൂട്ട് ഐറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് റെസിപ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ പോവുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് 2 റെസിപ്പീസും. പിന്നെ ഇത് കുറച്ച് കളറും കൂടി ആഡ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാൻ കളർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻറ്റ്സൊക്കെ പറയുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.